സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത സെക്സി ദുർഗ റിലീസിന് മുമ്പേ വിവാദത്തിൽപ്പെട്ട ചിത്രമായിരുന്നു. ഭോപ്പാൽ സ്വദേശി രാജശ്രീ ദേശ്പാണ്ഡെയാണ് ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രമായ ദുർഗയെ അവതരിപ്പിച്ചത്. ആ സിനിമ ചെയ്തത് മുതൽ താൻ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് രാജശ്രീ പറയുന്നത്. ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരുപാട് അശ്ലീല സന്ദേശങ്ങളും വീഡിയോയും കിട്ടി. പോൺ വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നായിരുന്നു പലരുടെയും ചോദ്യം. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ചിലരുടെ വിശ്വാസം. എന്നാൽ എന്തൊരു മോശം മനോഭാവമാണ് ഇവരുടേത് എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു. സിനിമാ ലോകത്ത് എത്ര സ്ത്രീകൾ അവർ അറിയുന്ന സുരക്ഷ ലഭിക്കുന്നുണ്ട്. ഒരു പെണ്ണ് എന്ന നിലയിലുള്ള ബഹുമാനം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഞാനൊരു നടിയായത് കൊണ്ടാണോ ഇത്തരത്തിലൊരു ആക്രമണം? ഇതെന്റെ തൊഴിലാണ്. സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളൊക്കെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നു. കണ്ടില്ലെന്ന് നടിക്കാനാണ് എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറയാറുള്ളത്. എന്നാൽ ഒരു പരിധി വിട്ട് ഇത്തരം ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരു തരത്തിലുള്ള കുറ്റകൃത്യമാണ് എന്നാണ് എന്റെ വിശ്വാസം. എന്നെ ഏറ്റവും വിഷമിപ്പിച്ചത് സിനിമയിലെ സുഹൃത്തുക്കൾ പോലും സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാത്തതാണ്. സെക്സി ദുർഗ എന്ന സിനിമയുടെ പേര് കേട്ട് ഇതൊരു പോൺ ചിത്രമാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചു. ഇതൊരു പോൺ സിനിമയല്ല, എങ്ങനെ നിനക്കൊരു പോൺ താരമാകാൻ കഴിയുന്നു എന്ന് സിനിമാ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഹൃദയം തകർന്നുപോയി. ഹരം എന്ന എന്റെ ആദ്യ മലയാള സിനിമയിൽ വികാരപരമായ രംഗം ചെയ്തിരുന്നു. ആ രംഗം മാത്രം കട്ട് ചെയ്ത് രാജശ്രീ ദേശ്പാണ്ഡെയുടെ സെക്സി വീഡിയോ എന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിച്ചു. ഇത്തരം ആക്രമണങ്ങളിലൂടെ എന്നെ തഴയാം എന്ന് ആരും കരുതണ്ട. ഞാനൊരു കലാകാരിയാണ്. കാമുള്ള ബോൾഡായ കഥാപാത്രങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നത് എന്റെ ജോലിയുടെ ഭാഗമാണെന്നും രാജശ്രീ പറയുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.